തന്നെ സംശയിക്കുന്നവർക്ക് വിമർശകർക്ക് സമയാസമയം മറുപടി കൊടുത്താണ് അയാൾക്ക് ശീലം. സ്റ്റുപ്പിഡ് 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 എന്ന് പറഞ്ഞവരോട് വിളിച്ചവരോട് ബ്രില്യൻ ബ്രില്യൻ ബ്രില്യൻ്റ് എന്ന് പറയിപ്പിക്കുന്നതാണ് അയാളുടെ ശീലം. ഇന്ത്യൻ ടീമിൽ നിന്ന് പുറത്തായാൽ എൻ്റെ മക്കളുടെ ബേബി സിറ്ററാക്കി ഞാൻ നിയമിച്ചോളാം എന്ന് കളിയാക്കിയ ഓസ്ട്രേലിയൻ ക്യാപ്റ്റന് ഓസീസിന്റെ പൊന്നാപുരം കോട്ടയായ ഗാബയിൽ മറുപടി നൽകിയാണ് അയാളുടെ ശീലം. ആദ്യ ഇന്നിംഗ്സിലെ അമിതാവേശത്തിന് മുച്ചൂടും വിമർശിക്കുന്നവരെ രണ്ടാം ഇന്നിംഗ്സിൽ കൈയടിപ്പിച്ചാണ് അയാളുടെ ശീലം. മീറ്റ് ഋഷഭ് പന്ത്. Say whatever you want, but there is no middle order batsman quite like ഋഷഭ് പന്ത്. അദ്ദേഹത്തെ പോലെ മറ്റാരുമില്ല ഇപ്പോൾ ഇന്ത്യൻ ക്രിക്കറ്റിൽ. അവസാന 3 ഇന്നിംഗ്സുകൾ എടുത്തു നോക്കുകയാണെങ്കിൽ 74 നോട്ട് ഔട്ട്, 65, 39 എന്നിങ്ങനെയാണ് സ്കോറുകൾ. ആവറേജ് ആവട്ടെ 89 ഇതിൽ 2 50കളാണ് അദ്ദേഹം കഴിഞ്ഞ 3 ഇന്നിംഗ്സുകളിൽ നേടിയിട്ടുള്ളത്. അഗ്രസീവ്, ഫിയർലെസ് ആൻഡ് കേപ്പബിൾ ഓഫ് ചേഞ്ചിങ് ദ ഗെയിം ഇൻ എ ഫ്യൂ ഓവേഴ്സ്. ഋഷഭ് പന്ത് ഈസ് സിംപ്ലി ഡിഫറൻറ്റ്. ശ്രീലങ്കയ്ക്കെതിരായ ആദ്യ ടെസ്റ്റിന്റെ രണ്ടാം ഇന്നിംഗ്സിൽ ടെസ്റ്റ് ക്രിക്കറ്റിൽ 100 സിക്സറുകൾ തികയ്ക്കുന്ന ആദ്യ ഇന്ത്യൻ താരമായി മാറിയിരിക്കുകയാണ് ഇന്ത്യൻ വിക്കറ്റ് കീപ്പർ ബാറ്ററായ ഋഷഭ് പന്ത്. ലങ്കയ്ക്കെതിരായ ഒന്നാം ക്രിക്കറ്റ് ടെസ്റ്റിൽ 4ാം ദിനം ലങ്കൻ പേസർ ലഹിരു കുമാരയുടെ പന്ത് 6ന് പറത്തിയാണ് ഋഷഭ് പന്ത് ടെസ്റ്റ് ക്രിക്കറ്റിൽ 100 സിക്സറുകൾ തികയ്ക്കുന്ന ആദ്യ ഇന്ത്യൻ ബാറ്റർ എന്ന നാഴികക്കല്ല് താണ്ടിയത്. ലോക ക്രിക്കറ്റിൽ ഈ നേട്ടം സ്വന്തമാക്കുന്ന 4ാമത്തെ മാത്രം ബാറ്ററാണ് ഋഷഭ് പന്ത്. ടെസ്റ്റ് ക്രിക്കറ്റിൽ ഏറ്റവും വേഗത്തിൽ 100 സിക്സറുകൾ തികയ്ക്കുന്ന ബാറ്റർ എന്ന നേട്ടവും അതിനൊപ്പം പന്ത് സ്വന്തമാക്കുകയുണ്ടായി. 51 ടെസ്റ്റുകളിലെ 89ാമത്തെ ഇന്നിംഗ്സിൽ നിന്നാണ് ഋഷഭ് പന്ത് 100 സിക്സറുകൾ എന്ന നായികക്കല്ല് പിന്നിട്ടത്. 130 ഇന്നിംഗ്സിൽ നിന്നും 100 സിക്സ് പിന്നിട്ട ഓസ്ട്രേലിയയുടെ ആഡം ഗിൽക്രിസ്റ്റിനെയാണ് ഋഷഭ് പന്ത് കഴിഞ്ഞ ഈ ഒരു മത്സരത്തിലൂടെ, ഈ ഒരു പെർഫോമൻസിലൂടെ പിന്നിലാക്കിയത്. മുൻ ഇംഗ്ലണ്ട് നായകൻ ബെൻ സ്റ്റോക്സ് ആണ് ഈ ലിസ്റ്റിൽ ഒന്നാമതുള്ളത്. 122 ടെസ്റ്റിൽ 138 സിക്സറുകളുമായിട്ടാണ് അദ്ദേഹം ഈ പട്ടികയിൽ ഒന്നാം സ്ഥാനത്തുള്ളത്. അതുപോലെ മുൻ ന്യൂസിലാൻഡ് ക്യാപ്റ്റൻ, ഇംഗ്ലണ്ടിന്റെ കോച്ചായിരുന്ന ബ്രണ്ടൻ മക്കുലം 101 ടെസ്റ്റിൽ 107 സിക്സറുകളുമായി 2ാം സ്ഥാനത്താണുള്ളത്. 96 ടെസ്റ്റിൽ നിന്ന് 100 സിക്സറുകൾ നേടിയ ആഡം ഗിൽക്രിസ്റ്റ് ആണ് ഋഷഭ് പന്തിന് മുമ്പിൽ 3ാം സ്ഥാനത്തുള്ളത്. ബെൻ സ്റ്റോക്സ് ശരാശരി 90.05 പന്തുകൾ നേരിടുമ്പോഴാണ് ഒരു 6 നേടുന്നതെങ്കിൽ ബ്രണ്ടൻ മക്കുലം അത് 93.39 പന്ത് നേരിടുമ്പോഴാണ് ആ ഒരു 6 നേടുന്നത്. ആഡം ഗിൽക്രിസ്റ്റ് ആവട്ടെ 67.92 പന്തിലായിരിക്കും ഒരു 6 നേടിയിരിക്കുക. എന്നാൽ ഋഷഭ് പന്ത് ആവട്ടെ അവരെക്കാളൊക്കെ ഒരുപാട് ശരാശരി പിറകിൽ 49.2 പന്തുകളിൽ ഒരു സിക്സറുകൾ അദ്ദേഹം ടെസ്റ്റിൽ പറത്തുന്നു എന്നത് വലിയൊരു പ്രത്യേകതയാണ്. ഇന്ത്യൻ താരങ്ങളിൽ 104 ടെസ്റ്റുകളിൽ നിന്നും 91 സിക്സറുകൾ നേടിയിട്ടുള്ള വീരേന്ദർ സെവാഗാണ് പന്തിന് പിന്നിലുള്ളത്. ഇന്ത്യൻ താരങ്ങളിൽ 67 ടെസ്റ്റുകളിൽ നിന്നും 88 സിക്സറുകൾ നേടിയിട്ടുള്ള രോഹിത് ശർമ്മ ഇന്ത്യൻ താരങ്ങളിൽ 3ാം സ്ഥാനത്താണ്. 90 ടെസ്റ്റിൽ 78 സിക്സറുകൾ പറത്തിയിട്ടുള്ള മുൻ ഇന്ത്യൻ നായകൻ മഹേന്ദ്ര സിംഗ് ധോണി ഇന്ത്യൻ താരങ്ങളിൽ 4ാമതുള്ളപ്പോൾ 200 ടെസ്റ്റുകൾ കളിച്ച ബാറ്റിംഗ് ഇതിഹാസം സച്ചിൻ രമേശ് ടെണ്ടുൽക്കർ 69 സിക്സറുകളുമായി ഈ ലിസ്റ്റിൽ 5ാം സ്ഥാനത്താണ്. അതായത് തൻ്റെ 28 വയസ്സാകുമ്പോഴേക്കാണ് പന്ത് ടെസ്റ്റിലെ സിക്സറുകളുടെ എണ്ണത്തിൽ ഇങ്ങനെയൊരു വിപ്ലവം സൃഷ്ടിച്ചിരിക്കുന്നത്. ഇനി ഇങ്ങനെ പോവുകയാണെങ്കിൽ 30 വയസ്സാകുമ്പോഴേക്കും പന്ത് ഈ റെക്കോർഡിൽ തലപ്പത്തെത്തുകയും ചെയ്യും. ഒന്ന് നോക്കണേ. നിലവിൽ പന്തിൻ്റെ ടെസ്റ്റ് ക്രിക്കറ്റിലെ സ്റ്റാറ്റ്സ് നോക്കുകയാണെങ്കിൽ 61 ഇന്നിംഗ്സിൽ 2426 റൺസ്, 41.52 ആവറേജിൽ, അതുപോലെ 6 സെഞ്ചുറികളുടെ അകമ്പടിയോടെ അദ്ദേഹം നേടിയിട്ടുണ്ട്. 159 നോട്ട് ഔട്ടാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും ഉയർന്ന സ്കോർ. അതുപോലെ 71 അദ്ദേഹത്തിൻ്റെ സ്ട്രൈക്ക് റേറ്റ്. ഋഷഭ് പന്ത് ഹാസ് ബീൻ നത്തിങ് ഷോർട്ട് ഓഫ് ബ്രില്യൻറ്റ് എന്ന് തന്നെ പറയാം. പന്തിൻ്റെ സിക്സറുകളുടെ കണക്കെടുക്കുക നോക്കുമ്പോൾ 38 സിക്സറുകളാണ് അദ്ദേഹം ഇംഗ്ലണ്ടിനെതിരെ നേടിയിട്ടുള്ളത്. ഓസ്ട്രേലിയക്കെതിരെ 15 സിക്സറുകൾ നേടിയപ്പോൾ ബംഗ്ലാദേശിനെതിരെ 11 സിക്സറുകൾ അദ്ദേഹം നേടിയിട്ടുണ്ട്. ന്യൂസിലാൻഡിനെതിരെ 9 സിക്സറുകൾ, ശ്രീലങ്കയ്ക്കെതിരെ 9 സിക്സറുകൾ, സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെ 8 സിക്സറുകൾ, വെസ്റ്റ് ഇൻഡീസിനെതിരെ 7 സിക്സറുകൾ, അഫ്ഗാനിസ്ഥാനെതിരെ 3 സിക്സറുകൾ. വിൻഡേജ് ഋഷഭ് പന്ത് ഹാസ് കംപ്ലീറ്റഡ് 100 സിക്സസ് ഇൻ ടെസ്റ്റ് ക്രിക്കറ്റ് ഫോർ ഇന്ത്യ. മഹേന്ദ്ര സിംഗ് ധോണിക്ക് ശേഷം ഇന്ത്യ കണ്ട ഏറ്റവും മികച്ച വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാനായ ഋഷഭ് പന്തിന്റെ ലിമിറ്റഡ് ഓവർ കരിയർ ഏതാണ്ട് സൈലന്റായി അവസാനിച്ച മട്ടാണ്. എന്നാൽ ടെസ്റ്റിൽ അദ്ദേഹത്തോളം പോകുന്നൊരാൾ ഇന്നുവരെ ഉണ്ടായിട്ടില്ല എന്ന് തന്നെ വേണം പറയാൻ. നിലവിൽ വിക്കറ്റ് കീപ്പർമാരായി നമുക്കറിയാം 4-5 പേരെങ്കിലുമുണ്ട് ഇന്ത്യൻ ക്രിക്കറ്റിൽ, പ്രത്യേകിച്ചും ലിമിറ്റഡ് ഓവർ ക്രിക്കറ്റിൽ. KL രാഹുൽ ഉണ്ട്, അവിടെ ഇഷാൻ കിഷൻ ഉണ്ട്, ധ്രുവ് ജുറേൽ ഉണ്ട്, സഞ്ജു സാംസൺ ഉണ്ട്, ജിതേഷ് ശർമ്മയുണ്ട്. അങ്ങനെ ഒരുപാട് പേർ. ഈ പേരുകളൊക്കെയും മറികടക്കേണ്ടതുണ്ട് പന്തിന് ഇനി ലിമിറ്റഡ് ഓവർ ക്രിക്കറ്റിലേക്ക് മടങ്ങിയെത്തുമ്പോൾ. എന്നാൽ അതിനുള്ള സാധ്യതകൾ ഇപ്പോൾ തുലവും വിരളമാണെന്ന് തന്നെ വേണം കരുതാൻ. മാത്രമല്ല ഏകദിന ഫോർമാറ്റിൽ ഋഷഭ് പന്തിനെ ഇന്ത്യൻ ജേഴ്സിയിൽ കണ്ടിട്ട് തന്നെ ഏതാണ്ട് 1.5 വർഷത്തോളമായി. 2020ലും ഏതാണ്ട് സമാനമാണ് കാര്യങ്ങൾ. അങ്ങനെ കരുതുമ്പോൾ ഋഷഭ് പന്തിന്റെ സാന്നിധ്യം ടെസ്റ്റ് ടീമിൽ മാത്രമായി ചുരുങ്ങാനാണ് ഇനിയുള്ള കാലത്ത് സാധ്യത. പക്ഷേ പന്താവട്ടെ നമുക്ക് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും മികച്ച ടെസ്റ്റ് വിക്കറ്റ് കീപ്പറാണ് താനും. ഏറ്റവും മികച്ച ചോയ്സ് ആ ഒരു രീതിയിൽ നോക്കുമ്പോൾ പന്ത് തന്നെയാണ് ടെസ്റ്റിൽ.
ഋഷഭ് പന്തിനെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ കരിയറിലേക്ക് ക്രിക്കറ്റിലേക്ക് ഒരു തിരിച്ചുവരവ് ഉണ്ടാവില്ലെന്ന ഒരു ഘട്ടമുണ്ടായിരുന്നു. നമുക്കെല്ലാം അറിയാവുന്ന ആ ഒരു ആക്സിഡൻറ്റ്. അതിനുശേഷം ഒരു തിരിച്ചുവരവ് അസാധ്യമാണ് എന്നായിരുന്നു എല്ലാവരും കരുതിയിരുന്നത്. എന്നാൽ പിന്നീട് 2024 പരിക്കിന് ശേഷമുള്ള പന്തിൻ്റെ ഗ്രാൻഡ് തിരിച്ചുവരവുണ്ടായത്. കാർ അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ് കളിക്കളത്തിലേക്ക് ഒരു തിരിച്ചുവരവ് ഇനി ഉണ്ടാകില്ലെന്ന കരുതിയ 634 ദിവസങ്ങൾക്ക് ശേഷം ഇന്ത്യക്കായി ടെസ്റ്റ് കളിക്കാൻ ഇറങ്ങിയ ആദ്യ മത്സരത്തിൽ തന്നെ തിരിച്ചുവരവിൽ സെഞ്ചുറി അടിച്ചുകൊണ്ടായിരുന്നു ഋഷഭ് രാജേന്ദ്ര പന്ത് എന്ന ഋഷഭ് പന്തിൻ്റെ തിരിച്ചുവരവ് ഉണ്ടായിരുന്നത്. അന്ന് പന്ത് ഗ്രൗണ്ടിൽ പറയാതെ പറഞ്ഞത്, നാം തളർന്നു വീണതോ തകർന്നു പോയതോ അവരറിയണ്ട, നാം വസന്തത്തെ വരവേൽക്കാനായി പഴയ ഇലകൾ പൊഴിക്കുകയാണെന്ന് അവർ ധരിച്ചു കൊള്ളട്ടെ എന്ന രീതിയിലായിരുന്നു. പോയ ഇന്നലകളിലെ പരിക്കിൻ്റെയും നിരാശയുടെയും പഴയ ഇലകളൊക്കെയും പൊഴിച്ചു കളഞ്ഞ് ഋഷഭ് പന്ത് ഗ്രൗണ്ടിൽ അന്ന് വസന്തം തീർക്കുകയായിരുന്നു. പരിക്കേൽക്കുന്നതിന് മുമ്പും ഇപ്പോഴും ഇന്ത്യയുടെ ടെസ്റ്റ് ക്രിക്കറ്റ് ടീമിൻ്റെ മുഖമാണ് ഋഷഭ് പന്ത്. ഇന്ത്യയുടെ ഏറ്റവും മികച്ച ടെസ്റ്റ് ബാറ്റ്സ്മാനാണ്. ടീമിൻ്റെ വിജയങ്ങളുടെ ആണിക്കല്ലാണ്. രവിശാസ്ത്രി അടക്കം തൻ്റെ ജീവിതത്തിൽ നേടിയ 83 ക്രിക്കറ്റ് ലോകകപ്പ് നേട്ടത്തെക്കാളും മഹത്തരമെന്ന് പ്രകീർത്തിച്ച ഗാബ ടെസ്റ്റിലെ വിജയശില്പിയാണ്. ടെസ്റ്റിൽ ഒറ്റ സെഷനിൽ മത്സരഫലം മാറ്റാൻ കഴിവുള്ള താരമാണ്. അങ്ങനെ ഇരിക്കെയായിരുന്നു ദൗർഭാഗ്യകരമായി കാർ അപകടത്തിൽ പന്തിന് ഗുരുതരമായി പരിക്കേൽക്കുന്നത്. അതോടെ ഇന്ത്യ KS ഭരത്തിലും ധ്രുവ് ജുറേലിലും ഒക്കെ വിക്കറ്റ് കീപ്പിംഗ് ഗ്ലൗസ് നൽകി പന്തിൻ്റെ പകരക്കാരനെ കണ്ടെത്താൻ ശ്രമിച്ചെങ്കിലും പലപ്പോഴും നിരാശയായിരുന്നു ഫലം. ഒടുവിലാണ് മടങ്ങി വരവിൽ ബംഗ്ലാദേശിനെതിരെ സെഞ്ചുറി കുറിച്ചുകൊണ്ട് അദ്ദേഹം വരവറിയിച്ചത്. പന്തിനെക്കുറിച്ച് പറയുമ്പോൾ ശരിക്കും ഇന്ത്യൻ ക്രിക്കറ്റിലെ ചങ്കുറപ്പിൻ്റെ പേര് കൂടിയാണ് ഋഷഭ് പന്ത്. മുമ്പൊരിക്കൽ ഋഷഭ് പന്ത് തൻ്റെ പന്തിൽ റിവേഴ്സ് സ്വീപ്പ് ചെയ്തപ്പോൾ ഇതിഹാസ പേസ് ബോളർ ജെയിംസ് ആൻഡേഴ്സൺ അത് കണ്ട് അത്ഭുതപ്പെട്ട് പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: സൗരവ് ഗാംഗുലി ആയിരുന്നെങ്കിൽ ഒരിക്കലും ഇതിന് ധൈര്യപ്പെടുകയായിരുന്നില്ല. പക്ഷേ പന്ത് അവൻ ഒരു വല്ലാത്ത ജാതിയാണ്. മുമ്പ് ധോണിയുടെ പകരക്കാരൻ എന്ന ഭാരിച്ച ഉത്തരവാദിത്തം തലയിൽ വരുമ്പോൾ പന്ത് ചെയ്യുന്നതിനെല്ലാം ആരാധകർ സൂക്ഷ്മദർശിനി ഉപയോഗിച്ച് കണ്ടുകൊണ്ടിരുന്ന ഒരു കാലം കൂടിയുണ്ടായിരുന്നു. 2018-19 കാലം. അവസരങ്ങൾ ഇഷ്ടം പോലെ ലഭിച്ചിട്ടും തന്നിൽ നിന്നും പ്രതീക്ഷിക്കുന്നത് നൽകാൻ ആ സമയത്ത് കഴിയാതെ പതറിയ യങ്സ്റ്റർ എന്ന വിശേഷണവുമായി പന്ത് നിന്ന കാലയളവായിരുന്നു അത്. പന്തിൻ്റെ പിഴവുകളെ കൂവാനും കളിയാക്കാനും ധോണിയെ തിരിച്ചു കൊണ്ടുവരണമെന്നും വരെ ആരാധകർ പ്ലക്കാർഡുമായി സ്റ്റേഡിയത്തിലേക്ക് എത്തി മുദ്രാവാക്യങ്ങൾ മുഴക്കിയിരുന്ന ഒരു സമയമായിരുന്നു അത്. MS ധോണി എന്ന മഹാമേരു വരുത്തിയ വിടവ് കരിയറിൻ്റെ തുടക്കത്തിൽ വേണ്ടത്ര നികത്താൻ കഴിയാതിരുന്നപ്പോൾ പന്തിനെ വിമർശിച്ചവരെയും ഉപദേശിച്ചവരുടെയും കൂട്ടത്തിൽ ഇന്ത്യൻ ക്രിക്കറ്റിലെ മഹാരഥന്മാരുമുണ്ടായിരുന്നു. ഒരിക്കൽ കാണികളുടെ പരിഹാസങ്ങൾക്ക് നേരെ ആ സമയത്തെ ക്യാപ്റ്റൻ വിരാട് കോഹ്ലിക്ക് വരെ ഒരിക്കൽ പന്തിന് നേരെ ആരാധകർ ഇങ്ങനെ കൂവിയപ്പോൾ ക്ഷുഭിതനാവേണ്ടി വന്നിട്ടുണ്ട്. നിരന്തരമായ കൂക്കിവിളികൾ വേട്ടയാടിയപ്പോൾ മാനസികമായി തളർന്ന പന്ത് വിക്കറ്റിന് മുൻപിലും പിറകിലും സ്വന്തം ഗെയിം പോലും മറന്നു നിന്ന ഒരു സമയവും ഉണ്ടായിട്ടുണ്ട്. ഒടുവിൽ ടീമിൽ നിന്നും അദ്ദേഹം പുറത്തേക്കും പോയിട്ടുണ്ട്. പന്ത് അവസാനിച്ചു എന്ന് പലരും വിധി എഴുതിയെങ്കിലും ടീം മാനേജ്മെൻറ്റിനും അതുപോലെ അദ്ദേഹത്തിൻ്റെ കോച്ചിലുമൊക്കെ അദ്ദേഹത്തിൽ പൂർണ്ണ വിശ്വാസമുണ്ടായിരുന്നു. അക്കാലത്ത് അവരുടെ സപ്പോർട്ടിലും ധോണിയല്ല താൻ എന്ന തിരിച്ചറിവിലും അവനിൽ ആത്മവിശ്വാസം നിറച്ചതോടെ പിന്നീട് ലോകം കണ്ടത് ഋഷഭ് പന്ത് 2.0 എന്ന പുതിയ വേർഷനെയാണ്. ഇത്രയും ഇൻവെസ്റ്റ് ചെയ്യാൻ മാത്രം പ്രതിഭ ഇയാളിലുണ്ടോ എന്ന സംശയം എന്നും ഉണ്ടായിരുന്നു ഒരു സമയത്ത് ആരാധകരിൽ. ചരിത്രമായ 6 സീസൺ മുമ്പുള്ള ഓസീസ് പര്യടനത്തോടെ എല്ലാം മാറി മറിയുന്നു. ഷോർട്ടർ ഫോർമാറ്റിന് വേണ്ടി ഡിസൈൻ ചെയ്യപ്പെട്ടവനെന്ന ധാരണ ഉണർത്തുന്ന ശൈലിക്കും സമീപനത്തിനും അപ്പുറം ക്രിക്കറ്റിൻ്റെ എലൈറ്റ് വേർഷനിൽ പന്ത് കാട്ടുന്ന പക്വത ഇന്ത്യൻ ക്രിക്കറ്റ് ഒരു മുതൽക്കൂട്ടായി മാറുന്ന കാഴ്ചയാണ് അതിനുശേഷം ക്രിക്കറ്റ് ലോകം കണ്ടത്. ബ്രൂട്ടൽ പവറിനൊപ്പം സെൻസിബിലിറ്റി കൂടി ഉപയോഗിച്ച് ബ്രിസ്ബെയിനിൽ അന്ന് സ്ട്രോക്കുകൾ ഒഴിവാക്കിക്കൊണ്ട് പന്ത് ഇന്നിങ്സുകൾ പടുത്തുയർത്തിയതോടെ പന്തിൻ്റെ പ്രതിഭയെ നമ്മൾ വാനോളം പുകഴ്ത്തിയിരുന്നു. ഒരു എക്സ് ഫാക്ടറായി 1-2 സെഷൻ കൊണ്ട് കളിയുടെ ഗതി തിരിക്കാൻ കെൽപ്പുള്ള വീരേന്ദ്ര സെവാഗിനെ പോലെ അപൂർവം കളിക്കാരുടെ ജനുസിൽപ്പെട്ട താരമാണ് ഋഷഭ് പന്ത് എന്ന സത്യം ഇന്ത്യൻ ക്രിക്കറ്റ് പ്രേമികൾ മനസ്സിലാക്കിയ സീരീസ് കൂടിയായിരുന്നു ആ ഒരു ചരിത്രമായ ഇന്ത്യ ഓസീസ് സീരീസ്. ടെക്നിക്കലി ഗിഫ്റ്റഡ് ആയ ബാറ്റ്സ്മാൻമാരിൽ നിന്നും വ്യത്യസ്തമായി ഓവർസീസ് ട്രാക്കുകളിലും പേസും ബൗൺസും അതൊക്കെയുള്ള പിച്ചുകളിൽ പ്രതിരോധത്തിലൂന്നിയല്ല പന്ത് ഹാൻഡിൽ ചെയ്യാറുള്ളത്. സ്ട്രോക്കുകൾ കളിച്ചുകൊണ്ടാണ്. ആ സ്ട്രോക്ക് മേക്കിങ്ങിൽ ഇപ്പോൾ മറ്റൊരു നായികക്കല്ലും അദ്ദേഹം പിന്നിട്ടിരിക്കുകയാണ്: 100 ടെസ്റ്റ് സിക്സറുകൾ.